മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് നാളേക്ക് 1 വർഷം. 298 പേരുടെ ജീവൻ കവർന്ന വലിയ ദുരന്തത്തിന്റെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ജീവൻ തിരികെ ലഭിച്ചവർ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ്. ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണം എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുരോഗമിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്ന ചേരുകയാണ് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഒരാണ്ട് എന്ന് പറയുമ്പോൾ അത്രയേറെ വേദനയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ആ മനുഷ്യർ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് അത്രത്തോളം സന്തോഷിക്കാനുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും പറയേണ്ടി വരും ഈ 1 വർഷമാകുമ്പോൾ. നാളേക്ക് പിന്നിടുകയാണ്. അപ്പോഴും റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങളൊക്കെ അതൊക്കെ നഷ്ടമായ 1 വർഷം കൂടിയാണ് ഈ കടന്നു പോകുന്നത്. 298 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് കണക്കുകൾ, സർക്കാരിന്റെ തന്നെ കണക്കുകൾ. അതിൽ 32 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അങ്ങനെ വലിയൊരു ദുരന്തം അത് പൂർത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ 1 വർഷം കടന്നു പോകുമ്പോൾ എന്തൊക്കെ സഹായങ്ങൾ ഈ ദുരിതബാധിതർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. അവർക്കായുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണം എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 410 വീടുകൾ ഈ ദുരിതബാധിതർക്കായി നിർമ്മിച്ചു നൽകുമെന്നുള്ളതാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. അപ്പോഴും ഈ പട്ടികയിൽ ഒന്നും പെടാത്ത ചിലരുണ്ട് റോഷ്നി. അതായത് സർവസ്വവും നഷ്ടമായി, പക്ഷേ ഈ പട്ടികയിൽ ഉൾപ്പെടാത്ത ചിലരുടെ വേദനകൾ അത് കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ പ്രദേശത്തേക്കൊക്കെ പോകുമ്പോൾ കണ്ടതാണ്. ഒപ്പം തന്നെ താമസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ വീടുള്ളവരുണ്ട്. അവർ എങ്ങനെ ഇനി ജീവിതം മുന്നോട്ട് പോകും, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നതടക്കമുള്ള ചോദ്യങ്ങളും അവിടെ ബാക്കിയാണ്. ഏതായാലും വലിയ പ്രതിഷേധങ്ങളിലേക്കൊക്കെ യുവജന സംഘടനകൾ കടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ യൂത്ത് ലീഗിന്റെ ലോങ് മാർച്ച് പുത്തുമലയിൽ നിന്ന് ആരംഭിക്കും. അവിടെ സർവ്വമത പ്രാർത്ഥനയുമുണ്ട്. അവിടെ വെച്ചാണ് ഈ മരിച്ചവരെയൊക്കെ അടക്കം ചെയ്തിട്ടുള്ളത് ഈ പുത്തുമലയിലാണ്. മുനവർ അലി ശിഹാബ് തങ്ങളാണ് ഈ യാത്ര, യൂത്ത് ലീഗിന്റെ ലോങ് മാർച്ചിന് ഫ്ലാഗ് ഓഫ് ചെയ്യുക. ഒപ്പം തന്നെ മറ്റു വിവിധ യുവജന സംഘടനകളും ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് പ്രതിഷേധവും കൂടി കാണേണ്ടി വരും. അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.